So good evening, everyone. So welcome to the third session of orientation. ബാക്കി രണ്ട് സെഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് സെഷൻ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഓഫ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് സേ ഹലോ ടു ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. അത് നമ്മൾ വളരെ നല്ല രീതിയിൽ പരിചയപ്പെട്ടു. കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് നമ്മളത് കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് സെഷൻ വാസ് വർക്ക് വിത്ത് ഇഗ്നോ. അത് സാറ് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇഗ്നോനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് തന്നതാണ്. വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരുന്നു. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് സെഷനെ കുറിച്ച് തന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ തേർഡ് സെഷൻ ആണ് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെഷൻ. ഏതൊക്കെയാണ് പേപ്പേഴ്സ്, അതിന്റെ ബ്ലോക്ക് വൈസ് യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ വിശദമായിട്ട് പറയുന്ന ഒരു സെഷൻ ആണ് ഇന്നത്തെ സെഷൻ. സോ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ ടു ദിസ് തേർഡ് സെഷൻ ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0 with our theme Discover, Learn and Achieve. So we have with us recording session economics inde mentor ആയ മാം ഉണ്ട്, തഹസീൻ മാം ഉണ്ട്, ഒപ്പം നമ്മുടെ ഇംഗ്ലീഷിന്റെ മെന്റർ ആയിട്ടുള്ള മേഘ മാം ഉണ്ട്. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം യു ബോത്ത് ഓഫ് യു. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടു കൂടി തന്നെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ സിലബസിലേക്ക് കിടക്കാം. എല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്, പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്ന കുട്ടികളാണ്. സോ എല്ലാവർക്കും പെട്ടെന്ന് ഞാൻ സിലബസ് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളുടെ പേപ്പേഴ്സ് ഒക്കെ പറഞ്ഞുതരാം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെയാണ് പേപ്പേഴ്സ്. അതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പൊ ഇന്ന് ഈ സെഷനിലൂടെ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്, സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് മേഘ മാം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. സോ നോ യുവർ സിലബസ്. നമ്മുടെ സിലബസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ നമ്മൾ ടോട്ടലായിട്ട് 4 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് സം ബേസിക് കാര്യങ്ങൾ പറയും. നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോഴ്സ് ഓവർ 3 ഇയേഴ്സ്, ഈ 3 വർഷം എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അടുത്തത് സിലബസ് ഓവർവ്യൂ ആൻഡ് അനാലിസിസ്. ആൻഡ് ഫോർത്ത് വൺ ഇസ് കോഴ്സ് കംപ്ലീഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ 4 ഇയർ പ്രോഗ്രാമിന്റെ ഒരു സിലബസും കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, so let's learn more about our course, BA Honors English as well as integrated program. So coming to the first thing, കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് പ്രോഗ്രാം BA ഓണേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് നമ്മുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BAEGH. ഇതാണ് നമ്മുടെ പ്രോഗ്രാം കോഡ്. പിന്നെ ഈച്ച് കോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ സാധാരണ പറയുക മോഡ്യൂൾ, ഒരു മോഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന ചാപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ ഇഗ്നോ നമുക്ക് തരുന്നത് മോഡ്യൂൾസും ചാപ്റ്റേഴ്സും ആയിട്ടല്ല, മറിച്ച് ബ്ലോക്സ് ആൻഡ് ബ്ലോക്സിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സ്. ചിലപ്പോൾ ഒരു പേപ്പറിന് നമുക്ക് 4 ബ്ലോക്ക് ഉണ്ടാവും. ഈ 4 ബ്ലോക്കിന്റെ അണ്ടറിൽ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 5 ഇങ്ങനെയായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് ഫാക്ട് ഈസ് ക്രെഡിറ്റ് സിസ്റ്റം. ഒരു ക്രെഡിറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി. ഇപ്പൊ നമ്മളൊരു പേപ്പറിന് എത്ര മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ക്രെഡിറ്റ് പോയിന്റ്. ഇപ്പൊ ഒരു പേപ്പറിന് നമ്മൾ 6 ക്രെഡിറ്റ് പോയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ 6 × 30 അത്രയും മണിക്കൂർ നമ്മൾ ആ പേപ്പറിന് വേണ്ടി ചിലവഴിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ പേപ്പർ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കുറെ ആലോചിച്ചിട്ട് അയ്യോ ഇത്രയും ടഫാണല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ഓരോ പേപ്പറിനും ഓരോ ക്രെഡിറ്റ് ആയിട്ട് ഇഗ്നോ കൊടുത്തിട്ടുണ്ട്. ചില പേപ്പറിന് 4 ക്രെഡിറ്റ് ആണ്, ചില പേപ്പറിന് 6 ക്രെഡിറ്റ് ആണ്. ഓരോ ക്രെഡിറ്റ് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂറാണ്. ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഉള്ളിലേക്കൊന്നും ആലോചിച്ച് നിങ്ങൾ പേടിക്കണ്ട. നെക്സ്റ്റ് പ്രോഗ്രാം നമ്മുടെ BA ഓണേഴ്സ് എന്ന് പറയുന്നത് 3 ഇയർ പ്രോഗ്രാം ആണ്. പക്ഷേ ഇഗ്നോ നമുക്കൊരു സൗകര്യം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ബിക്കോസ് നമുക്ക് 6 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴും ഓർക്കുക, നമ്മൾ 6 വർഷത്തേക്ക് നീട്ടി വെക്കുന്നതിലും എത്രയോ നല്ലതാണ്
3 വർഷം കൊണ്ട് അത് തീർക്കുക എന്നുള്ളത്. നമുക്ക് 6 വർഷത്തേക്ക് ഒരു സൗകര്യം ഒരുക്കി തരുന്നുണ്ടെങ്കിലും നന്നായി പഠിച്ച് 3 വർഷം കൊണ്ട് തന്നെ നമ്മളുടെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇഗ്നോ സാറ് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം. ഇഗ്നോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇഗ്നോയ്ക്ക് 67 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. അതിന്റെ അണ്ടറിലായിട്ട് 2000+ സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. സ്റ്റഡി സെന്റേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ടല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിൽ, അല്ലെ? നമ്മളുടെ ടീം മെമ്പേഴ്സ് ഓരോ സ്റ്റഡി സെന്ററിലും ഓരോ റീജിയണൽ സെന്ററിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റഡി സെന്റേഴ്സിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്ന വീഡിയോസ് നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഓരോ എപ്പിസോഡുകളായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ അടുത്തതായിട്ട് ടോപ്പിക് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ബേസിക് ഫാക്ട്സ്. നൗ കമ്മിങ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോഴ്സസ് ഓവർ 3 years. ഈ 3 വർഷം കൊണ്ട് നമ്മൾ ടോട്ടൽ ആയിട്ട് പഠിക്കേണ്ടത് 26 കോഴ്സസ് ആണ്, വിച്ച് മീൻസ് 26 പേപ്പേഴ്സ്. ഇതിൽ കോർ കോഴ്സ് എന്ന് പറയുന്നത് 14 കോർ കോഴ്സസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 6 ക്രെഡിറ്റ്സ് ആണ് ഈ 14 കോർ കോഴ്സസിനും. So total is 84 credits. Next, discipline specific elective courses. അതിന് 6 ക്രെഡിറ്റ്സ് ആണ്. സോ ടോട്ടൽ 24 ക്രെഡിറ്റ്സ്. 4 കോഴ്സുകളാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സസിന്റെ അണ്ടറിൽ വരുന്നത്. ഓരോന്നിനും 6 ക്രെഡിറ്റ് ആകുമ്പോൾ 24 ക്രെഡിറ്റ്സ്. നെക്സ്റ്റ് ഇസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ്. 2 കോഴ്സസ് ആണ് ആൻഡ് 4 ക്രെഡിറ്റ് ആണ്. സോ ടോട്ടൽ 8 ക്രെഡിറ്റ്സ്. നെക്സ്റ്റ് ഇസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. 2 കോഴ്സസ് ആണ് വരുന്നത്, 4 ക്രെഡിറ്റ്സ്. സോ ടോട്ടൽ ഇസ് 8 credits. Next is generic electives, 4 courses of 6 credits each. So total is 24 credits. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ 3 year കോഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Now coming to this total hours. ഇത് ഞാൻ പറഞ്ഞ പോലെ അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യം, അത്രയും ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അവർ പറയുന്നു ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 hours ആണ്. സോ ടോട്ടൽ ക്രെഡിറ്റ് ഇസ് 148 hours. കാരണം നമുക്ക് 26 കോഴ്സുകളാണുള്ളത്. അപ്പൊ ഓരോന്നിനും 6 ക്രെഡിറ്റ് വെച്ചാവുമ്പോൾ നമുക്ക് 6 ക്രെഡിറ്റിന്റെ പേപ്പർ ആണെങ്കിൽ അതിന് 180 hours പഠിക്കണം. 4 ക്രെഡിറ്റിന്റെ ആകുമ്പോൾ 120 hours നമ്മൾ പഠിക്കണം, സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ 300 days 1320 hours സ്റ്റഡി. അതിനർത്ഥം ഒരു ദിവസം 4.5 തൊട്ട് 5 മണിക്കൂർ വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ്. ഇതൊക്കെ നമ്മളുടെ ഒരു കോഴ്സിൽ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അത് മണിക്കൂറുകൾ വെച്ച് നമ്മളുടെ ഒരു വർക്കിംഗ് അവേഴ്സും നമ്മളുടെ സ്റ്റഡി ടൈം ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അതിനെ ഒരു നല്ല രീതിക്ക് നമ്മൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുക. ഇത് വലിയ കാര്യമായിട്ട് എടുത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് നമ്മളുടെ ഈ BA ഇംഗ്ലീഷ് സിലബസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണെന്ന് നിങ്ങൾക്ക് അറിയാം. അല്ല, ഓരോ വർഷത്തെയും നമ്മുടെ ഇപ്പൊ വർഷത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സുകൾ 4 എണ്ണമാണ്. അണ്ടർസ്റ്റാൻഡിങ് പ്രോസ്, അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ, അണ്ടർസ്റ്റാൻഡിങ് പോയട്രി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ. ഓരോന്നിനും കോഴ്സ് കോഡുകളും നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ഇയറിനുള്ളതല്ല, പക്ഷെ ജസ്റ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് നമ്മളുടെ കോർ കോഴ്സുകളാണ്. നമ്മളിവിടെ ഇയർ 1, ഇയർ 2, ഇയർ 3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോർ കോഴ്സുകൾ 14 കോർ കോഴ്സസ് ആണ്. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് 14 കോർ കോഴ്സസ് ഉണ്ട്. ഈ സെമിസ്റ്റർ 1, സെമിസ്റ്റർ 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ഓരോ സെം കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുന്നു നിങ്ങൾ വിചാരിക്കരുത്. സെമിസ്റ്റർ 1ഉം സെമിസ്റ്റർ 2ഉം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് ഇയർ ഒരു ഇയറിന്റെ ഇയർ വൈസ് ആയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഒരിക്കലും സെം വൈസ് ആയിട്ടല്ല എക്സാം എഴുതുന്നത്. ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 സെമിസ്റ്റർ ആയിട്ടാണ് എന്ന് മാത്രം. നിങ്ങൾ എക്സാം എഴുതേണ്ടത് ഇയർ വൈസ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ജൂലൈ ബാച്ച് ആണ്, നിങ്ങൾ എക്സാം എഴുതേണ്ടത് നെക്സ്റ്റ് ജൂണിലാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2 സെമിസ്റ്റർ വരുന്നുണ്ട്. ഫസ്റ്റ് സെമിസ്റ്റർ BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഇതാണ് ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന 2 കോർ പേപ്പേഴ്സ്. കോർ പേപ്പേഴ്സ് മീൻസ് മെയിൻ പേപ്പേഴ്സ്. നെക്സ്റ്റ് ഫസ്റ്റ് ഇയറിൽ വരുന്ന സെമിസ്റ്റർ 2ൽ BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, BEGC 104 ബ്രിട്ടീഷ് ആൻഡ് ഡ്രാമ 14th century to 17th century. Then ഇയർ 2ൽ സെമിസ്റ്റർ 3ഉം സെമിസ്റ്റർ 4ഉം ആണ് ഇയർ 2ലുള്ളത്. ഇയർ 2ലെ സെമിസ്റ്റർ 3ൽ വരുന്ന പേപ്പേഴ്സ് ആണ് BEGC 105 American Literature, BEGC 106 Popular Literature
And BEGC 107 British Poetry and Drama 17th and 18th century. അതേപോലെ തന്നെ സെമിസ്റ്റർ 4-ൽ വരുന്നത് BEGC 108 British Literature 18th century, BEGC 109 British Romantic Literature, BEGC 110 British Literature 19th century. Then നമ്മുടെ തേർഡ് ഇയർ, അതായത് സെമിസ്റ്റർ 5-ഉം സെമിസ്റ്റർ 6-ഉം BEGC 111 Women's Writing, BEGC 112 British Literature early 20th century, and semester 6 BEGC 113 Modern European Drama, BEGC 114 Post-Colonial Literatures. ഇതാണ് നമ്മളുടെ കോർ പേപ്പേഴ്സ്. സെം വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും ഇയർ വൈസ് ആണ് നമ്മളുടെ എക്സാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ 2 സെം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ആണ്. First one is BAE 181 Environment Studies and BEGAE 182 English Communication Skills. ഇത് രണ്ടും ആണ് നമ്മൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് BANS 183 Tourism Anthropology and BPGCS 186 Managing Stress. ഇത് നമ്മളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ്. ജനറിക് ഇലക്ടീവ്സ് 4 ഉണ്ട്. BSOG 171 Indian Society Images and Realities, BGD GI G 172 Gender Studies. ഇത് രണ്ടുമാണ് നമ്മളുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ജനറിക് ഇലക്ടീവ്സ് കേട്ടോ. ഇനി BSOG 173 Rethinking Development, BPCG 174 Psychology and Media. ഇതാണ് നമ്മളുടെ 4 ജനറിക് ഇലക്ടീവ്സ്. ഇപ്പൊ നമ്മൾ ടോട്ടൽ ആയിട്ട് നമ്മളുടെ ഇത്രയും ഒരു 3 ഇയേഴ്സിന്റെ കോർ പേപ്പേഴ്സും എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സും ജനറൽ ഇലക്ടീവ്സും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലേക്ക് കടക്കാൻ പോവാണ്. ഫസ്റ്റ് ഇയർ 2 സെമിസ്റ്റർ ആണെന്ന് അറിയാലോ. 2 സെമിസ്റ്ററും കൂടി ചേർന്ന് 1 ഇയർ എക്സാം ആണ് നമ്മൾ എഴുതുന്നത്. സോ ഫസ്റ്റ് സെമിസ്റ്ററിലെ കോർ പേപ്പേഴ്സ് 2 കോർ പേപ്പേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് BEGC 101 Indian Classical Literature. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും യൂണിറ്റ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ബ്ലോക്ക് 1 കാളിദാസ അഭിജ്ഞാന ശാകുന്തള. ഇതാണ് ബ്ലോക്ക് 1. അത് 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 കാളിദാസ് ആൻഡ് ഓവർവ്യൂ, യൂണിറ്റ് 3 അഭിജ്ഞാന ശാകുന്തള ടെക്സ്ച്വൽ അനാലിസിസ്, യൂണിറ്റ് 4 അഭിജ്ഞാന ശാകുന്തള ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്. ബ്ലോക്ക് 2 വ്യാസ മഹാഭാരത. അതിൽ വരുന്നത് 4 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 1 മഹാഭാരത ആൻഡ് ഓവർവ്യൂ, യൂണിറ്റ് 2 ദ ഡൈസിംഗ് ഫ്രം ദ ബുക്ക് ഓഫ് ദ അസംബ്ലി ഹാൾ, യൂണിറ്റ് 3 ദ സീക്വൽ ടു ദ ഡൈസിംഗ് or reading, and unit 4 the temptation of Karna from the Udyog Parva. Now coming to unit block 3. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ബ്ലോക്ക് 3 ആണ്. സുദ്രകാസ് മൃച്ഛകതിക. മൃച്ഛകതിക എന്ന് പറയുന്നത് നമ്മളൊരു സംസ്കൃതം പ്ലേ ആണ്. ആൻഡ് ഇറ്റ് മീൻസ് ദ ക്ലേ ആർട്ട്. യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 യൂണിറ്റ്സ് ആയിട്ടാണ് എഗെയിൻ നമ്മുടെ ബ്ലോക്ക് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ശുദ്രക ആൻഡ് ഹിസ് പ്ലേ, മൃച്ഛകതിക ആൻഡ് ഇൻട്രൊഡക്ഷൻ. യൂണിറ്റ് 2 മൃച്ഛകതിക, മൃച്ഛകതികയുടെ പ്ലോട്ട് സ്ട്രക്ചറും അതിന്റെ അനാലിസിസും. പിന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് തീമാറ്റിക് കൺസേൺസ് ഇൻ ശുദ്രകാസ് മൃച്ഛകതിക, ആൻഡ് യൂണിറ്റ് 4 മൃച്ഛകതിക ഫേസറ്റ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻ. നൗ ബ്ലോക്ക് 4 നമ്മളുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ മെയിൻ പേപ്പറിന്റെ ബ്ലോക്ക് 4, അതും 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 സംഘം ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 സിലപ്പതികാരം എ ടെക്സ്ച്വൽ അനാലിസിസ്, യൂണിറ്റ് 3 the divine, the human and the immortalized characters in Silappadigaram, and unit 4 is Agam and Puram, poetry in Silappadigaram. ഇപ്പൊ ഈ 4 ബ്ലോക്കോട് കൂടിയിട്ട് നമ്മളുടെ ഫസ്റ്റ് കോർ പേപ്പർ ആയിട്ടുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് കോർ പേപ്പർ BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ് നമ്മൾ തുടങ്ങുന്നത്. ബ്ലോക്ക് 1 ഹോമർ ദ ഇലിയഡ്. ഹോമർ ദ ഇലിയഡ് ബ്ലോക്ക് 1-ലും നമ്മൾ 4 യൂണിറ്റ്സ് ഉണ്ട്. First, approaching the Iliad, the epic and the Homeric tradition. Unit 2, the Homeric hero.
Unit 3, War in the Homeric Age, Honor versus or Horror. And Unit 4 is Towards a Political Ethics, Moral Philosophy or Cultural Norms. ഇതാണ് Block 1, നമ്മുടെ European Classical Literature first block. Then second block, Block 2, Sophocles, Oedipus, Rex. Unit 1, Greek Theatre, Major Playwrights. Sophocles ഒരു ഗ്രീക്ക് പ്ലേറൈറ്റ് ആണെന്ന് അറിയാലോ. സോ ഫസ്റ്റ് യൂണിറ്റ് 1 തന്നെ ഗ്രീക്ക് തിയേറ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷനും മേജർ പ്ലേറൈറ്റ്സിനെ കുറിച്ചിട്ടും. Then Unit 2 is Oedipus Rex, Summary and Analysis. Unit 3, Oedipus Rex and Aristotle's 3 units. And Unit 4 is Oedipus Rex, a classical and modern tragedy. Coming to Block 3, Plautus, Pot of Gold. Unit 1, Roman Comedy. Unit 2, Pot of Gold 1. Unit 3, Pot of Gold 2. And Unit 4, Pot of Gold 3, Critical Perspective. Then last block, Block 4. Last block on European Classical Literature, Block 4, Horace and Ovid. Unit 1, Roman Literature and Introduction. Unit 2, Horace. Horace in the life, all the works and works. And Unit 3, Horace, Textual Analysis of Satires. And Unit 4, Ovid, Life, Literature, Work, and Batch's Book 3. And Unit 5 is Pyramus, Anthisbe, and Philomela. All books specify ചെയ്തിട്ടുണ്ട്. Then next, നമ്മളുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ് BEVAE 181 Environment Studies. First block, Block 1, an introduction to environment and environmental issues. Unit 1, our environment. Unit 2, ecosystem. And Unit 3, major ecosystems. Next is Block 2, natural resources. അതിന്റെ അണ്ടറിൽ വരുന്നത് Unit 4, land and water. Unit 5, forest resources. Unit 6, biodiversity, value and services. Unit 7, energy resources. Block 3, environmental issues and concerns. അതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സ് ആണ് biodiversity, threats and conservation, environmental pollution and hazards, waste management, global environmental issues. Next is Block 4, protecting our environment, policies and practices, environmental legislation, human communities and environment, and environmental ethics. അങ്ങനെ total unit 14 units and 4 blocks. Then coming to our next general elective. ഈ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഇലക്റ്റീവ് പേപ്പർ ആയ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റി, അതിലെ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഐഡിയാസ് ഓഫ് ഇന്ത്യ. ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഈ ബ്ലോക്കിന്റെ അണ്ടറിൽ വരുന്നത് 3 യൂണിറ്റ്സ് ആണ്. സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, ഇന്ത്യ ആസ് കോളനി, നാഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. നെക്സ്റ്റ് ബ്ലോക്ക് 2, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസ്സസ്. അതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 4, വില്ലേജ് ഇന്ത്യ. Unit 5, Urban India. Unit 6, Language and Religion. Unit 7, Caste and Class. Unit 8, Tribe and Ethnicity. Unit 9, Family and Marriage. Unit 10, Kinship. Now Block 3, Critics. Critics in the under units are Unit 11, Class, Power and Inequality. And Unit 12, Resistance and Protest. So with that, we are winding up the semester 1. Coming to semester 2. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് സെമിസ്റ്റർ 1. ഒരു കോർ പേപ്പർ ഉണ്ടായിരുന്നു, ഒരു എലക്റ്റീവ് ഉണ്ടായിരുന്നു, ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ഉണ്ട്. 2 കോർ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു സെമിസ്റ്റർ 1-ല്. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറും യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറും എൻവയോൺമെന്റൽ സ്റ്റഡീസും പിന്നെ അതേപോലെ തന്നെയുള്ള ഇലക്റ്റീവ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റി. അപ്പൊ 2 കോർ പേപ്പറും ഒരു ഇലക്റ്റീവും ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സും അടങ്ങിയ ഫസ്റ്റ് സെമിസ്റ്റർ. കമ്മിങ് ടു സെമിസ്റ്റർ 2, ഇവിടെ വരുന്ന കോർ പേപ്പർ ആണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റ് ബ്ലോക്ക് 1, എ ടൈഗർ ഫോർ മാൽഗുഡി. എ ടൈഗർ ഫോർ മാൽഗുഡി ബ്ലോക്ക് 1-ന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 1, ദ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. യൂണിറ്റ് 2, എ ടൈഗർ ഫോർ മാൽഗുഡി ഡീറ്റെയിൽഡ് സമ്മറി. Unit 3, a tiger for Malgudi analysis. And Unit 4, a tiger for Malgudi style and characterization. Now coming to Block 2 of Indian writing in English, the binding vine.
Unit 1, Introduction to the Novel, The Binding Wine, written by Shashi Deshpande. And Unit 2, The Binding Wine, Summary and Analysis. Unit 3, The Binding Wine Themes. Unit 4, The Binding Wine Characterization. എപ്പോഴും ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, ബിക്കോസ് ഇന്ത്യൻ റൈറ്റേഴ്സ് ആണ് ഇംഗ്ലീഷിൽ നമുക്ക് കഥകൾ എഴുതി തരുന്നത്. സോ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെയുള്ള ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ വർക്ക്സ്. ഇപ്പൊ നോവൽ ആയിക്കോട്ടെ, പോം ആയിക്കോട്ടെ, എന്തും. ബ്ലോക്ക് 3 is poetry. So in this block we will learn poetries, Indian writing in English le Indian writers in the poetry. Unit 1, Sarojini Naidu's poetry. Unit 2, Lizzie Messical. Unit 3, A.K. Ramanujan. Unit 4, Kamala Das. ഇവരുടെയൊക്കെ poetries ആണ് നമ്മൾ ഈ ബ്ലോക്കിൽ പഠിക്കുന്നത്. Now coming to block 4, last block of Indian writing in English, block 4. Unit 1, Introduction to Short Story. Unit 2, The Lost Child by Milk Raj Anand. Unit 3, The Other Woman by Dina Mehta. And Unit 4, Swimming Lessons by Rohinson Mistry. Coming to the next core course. ഞാൻ പറഞ്ഞല്ലോ 2 കോർ കോഴ്സ് നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിലും പഠിക്കുന്നുണ്ട്, 2 കോർ കോഴ്സ് നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിലും പഠിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കോർ കോഴ്സ്, അതായത് BEGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th to 17th century. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോർ കോഴ്സ്, സെക്കൻഡ് സെമിസ്റ്ററിലെ രണ്ടാമത്തെ കോർ കോഴ്സ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ബ്ലോക്ക് ചോസർ ആൻഡ് സ്പെൻസർ. ഫസ്റ്റ് യൂണിറ്റ് ചോസർ, ലൈഫ് ആൻഡ് വർക്ക്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ആളാണ് ചോസർ. Unit 2, The Wife of Bath's Prologue. Unit 3, Spenser, Life and Work. And Unit 4, Amorati Sonnets 57, 67 and 75. Next, രണ്ടാമത്തെ ബ്ലോക്കും 4 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് യൂണിറ്റ് 1 ഷേക്സ്പിയർ അല്ലാതെ എന്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ. സോ യൂണിറ്റ് 1 ഷേക്സ്പിയർ, ലൈഫ് ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 2 ഷേക്സ്പിയർ സോണറ്റ്സ്, പറഞ്ഞ സോണറ്റ് മാത്രം നമ്മൾ പഠിക്കാം, 18, 55 and 65. Now Unit 3, John Donne, Life and Works. Unit 4, Donne's 2 works ആണ്, The Sun Rising and The Death Be Not Proud. Coming to Block 3. Block 3-ല് 4 വർക്ക്സ് വരുന്നുണ്ട്, 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് മാർലോന്റെ ഡോക്ടർ ഫൗസ്റ്റസ് ആണ്, ഫേമസ് വർക്ക് ആണ് മാർലോന്റെ. സോ യൂണിറ്റ് 1, മാർലോ, ലൈഫ് ആൻഡ് വർക്ക്സ്. Unit 2, textual analysis. Unit 3, themes. Unit 4, critical perspectives or retellings. Then coming to block 4. Block 4, Shakespeare. Shakespeare's ഏത് വർക്കാണ്? മാക്ബത്ത് എല്ലാവർക്കും അറിയുന്ന വർക്കായിരിക്കും, കേട്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ. Unit 1 is Macbeth and introduction. Unit 2, Macbeth part 1. Unit 3, Macbeth part 2. And Unit 4, Macbeth, critical responses. Now, അപ്പൊ നമ്മളുടെ 2 മെയിൻ പേപ്പേഴ്സ്, കോർ പേപ്പേഴ്സ്, യൂണിറ്റ് 2 നമ്മുടെ സെമിസ്റ്റർ 2-ലെ 2 കോർ പേപ്പേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ വരുന്ന സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഫസ്റ്റ് ബ്ലോക്ക് 1, അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ. അതിൽ വരുന്നത് 3 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 1, ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Unit 2, the globalization of communication, a global village. Unit 3, verbal and non-verbal communication. Coming to block 2, listening and speaking in informal and formal context. അതിലും ഇതുപോലെ 4 യൂണിറ്റ്സ് ഉണ്ട്. Unit 1, informal interpersonal functions. Unit 2, making inquiries or asking questions. Unit 3, group discussion and meetings. Unit 4 is presentation skills, essentials of presentation skills. And block 3, reading and writing skills. Unit 1, the reading skill. Unit 2, vocabulary development. Unit 3, the writing skill, some basic guidelines. Unit 4, the language of formal letters. And next, നമ്മളുടെ ഇലക്റ്റീവ് ആണ് ഈ സെക്കൻഡ് സെമിസ്റ്ററിലെ ഇലക്റ്റീവ്. BGDG 172, Gender Studies, Gender Sensitization, Society and Culture. First block, block 1, Conceptualizing Gender. Unit 1, Understanding Gender and Related Concepts. Unit 2, Gender and Sexualities. Unit 3, Masculinities. Unit 4, Gender in Everyday Life.
നെക്സ്റ്റ് ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലി ആണ്. അതിൽ 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫാമിലി യൂണിറ്റ് 1 ഫാമിലി ആൻഡ് മാരേജ്, യൂണിറ്റ് 5 ഫാമിലി ആൻഡ് മാരേജ്, യൂണിറ്റ് 6 മദർഹുഡ്. Then coming to the third block, gender and work. Gender and work in അണ്ടറിലും ഇതേപോലെ 2 യൂണിറ്റ് ആണ് വരുന്നത്. Unit 7 gendering work, Unit 8 gender issues in work and labor market. Block 4 health and gender. Health and gender അണ്ടറിൽ വരുന്ന ഈ 2 യൂണിറ്റ് ആണ്. Unit 9 reproductive health and Unit 10 gender and disability. Okay. Now last block, block 5 of gender studies. Block 5 in the പേര് gender law and society. അതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 11 gender based violence and unit 12 sexual harassment at workplace. Then block 6 ഒരു ബ്ലോക്കും കൂടി ഉണ്ട് gender representation and media. Unit 13 language and gender, unit 14 gender and media, unit 15 reading and visualizing gender. Okay, ഇതാണ് നമ്മളുടെ 3-year program BA English Honors 3-year പ്രോഗ്രാമിന്റെ സിലബസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അവിടെ വരുന്നത് 4 കോർ പേപ്പേഴ്സ് ഉണ്ട്, 2 ഇലക്ടീവ്സ് ഉണ്ട്, 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ടോട്ടൽ 8 പേപ്പേഴ്സ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ആ ഫസ്റ്റ് ഇയറിൽ വരുന്ന ടോട്ടൽ 8 പേപ്പേഴ്സിനെയാണ് നമ്മൾ 2 സെമിസ്റ്റർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 2 സെമിസ്റ്റർ ആയിട്ട് പഠിച്ചാലും നമ്മൾ എക്സാം എഴുതേണ്ടത് ഇയർലി ആണ്. ഓക്കെ, അത് ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അതുപോലെ 8 പേപ്പേഴ്സിനും നിങ്ങൾക്ക് അസൈൻമെന്റ്സും ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 4-year കോഴ്സ്, ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. ഇതിൽ വരുന്ന കോഴ്സുകൾ 2 കോർ പേപ്പേഴ്സ് ഉണ്ട്, 2 വൊക്കേഷണൽ കോഴ്സ് ഉണ്ട്, ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട്, ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്, ഒരു വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ട്, ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പേപ്പർ ഡിവിഷൻ വരുന്നത്. ചിലതെല്ലാം 3 years പഠിക്കുന്ന പേപ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കോർ പേപ്പേഴ്സ് 2 കോർ പേപ്പേഴ്സ് ആണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറും യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറും. അത് 3-year പ്രോഗ്രാമിനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സും ബ്ലോക്സും ഒക്കെ. ആൻഡ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് അവിടെ പറഞ്ഞ സെയിം എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് എന്നാണ് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു അതിന്റെ ബ്ലോക്സും യൂണിറ്റ്സ്. നെക്സ്റ്റ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ഇവിടെ വരുന്നത് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റും BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസും ആണ്. ഈ ബാക്കിയുള്ളതും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 2 പേപ്പേഴ്സിന്റെ ക്ലാസ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, വാല്യൂ ആഡ് കോഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു പേപ്പറാണ് BEDSP 101 വാല്യൂ എഡ്യൂക്കേഷൻ. അതിന്റെ സിലബസ് ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ സിലബസ് ഔട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് ആ സിലബസും ആ പേപ്പറും അത് കവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വൊക്കേഷണൽ കോഴ്സ്. വൊക്കേഷണൽ കോഴ്സിന്റെ അണ്ടറിൽ വരുന്ന 2 പേപ്പേഴ്സ് ആണ് BCOS 185 entrepreneurship and BCOS 186 personal selling and salesmanship. ഈ 2 പേപ്പേഴ്സും 3-year കോഴ്സിനില്ല, അത് 4-year കോഴ്സിന്റെ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. BCOS 185 entrepreneurshipന്റെ ബ്ലോക്സ്: Block 1 entrepreneurship perspective, Block 2 business idea selection and feasibility, Block 3 mobilizing resources and startup, Block 4 entrepreneurship and micro, small and medium entrepreneurship. Then next നമ്മൾ പറഞ്ഞ BCOS 186 personal selling and salesmanship ന്റെ അണ്ടറിൽ വരുന്ന 4 ബ്ലോക്കുകളാണ്. Block 1 personal selling and sales management, Block 2 buying motives and sales force motivation, Block 3 selling process, Block 4 sales report ethics and career opportunities. And skill enhancement course ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ്സും ഇമോഷണൽ ഇന്റലിജൻസും ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 ഓപ്ഷൻസ് മാത്രമാണ്. BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ്സും BPCS 183 ഇമോഷണൽ ഇന്റലിജൻസും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 പേപ്പേഴ്സ്. ഇനി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള BPCS 183 ഇമോഷണൽ ഇന്റലിജൻസിന്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്ക് നമുക്ക് നോക്കാം. Block 1 ഇൻട്രൊഡക്ഷൻ ടു ഇമോഷണൽ മോട്ടിവേഷൻ ഇമോഷണൽ ഇന്റലിജൻസ്, Block 2 ഇമോഷണൽ competencies, Block 3 model of emotional intelligence, Block 4 management of emotions, Block 5 application of emotional intelligence. അടുത്ത പേപ്പറായ BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസിന്റെ അണ്ടറിൽ വരുന്നതാണ് Block 1 fundamentals of computers,
Block 2, data handling. Block 3, word processing. Block 4, PowerPoint presentation and multimedia. Block 5, spreadsheets and business applications. ഇതാണ് നമ്മളുടെ ഒരു ടോട്ടൽ അനാലിസിസ് ഓഫ് 3-year BA English Honors and 4-year Integrated Program. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ BA English Honors 3-year പ്രോഗ്രാം ആണെങ്കിൽ ടോട്ടൽ 8 പേപ്പേഴ്സ് ആണ് ആ ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആ ടോട്ടൽ 8 പേപ്പേഴ്സിനെയാണ് നമ്മൾ 2 സെമിസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ഏതാണ്, ഇലക്ടീവ്സ് ഏതൊക്കെയാണെന്നുള്ളതും പറഞ്ഞു തന്നു. അതിന്റെ ബ്ലോക്കും അതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ 4-year പ്രോഗ്രാമിന്റെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്ട്രക്ചർ ഓവർവ്യൂ എന്ന് മനസ്സിലായില്ലേ, സിലബസ് എങ്ങനെയാണ് വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ടോ, ഏതൊക്കെയാണ് ഇലക്ടീവ്സ്, ഇങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു പോയത് വെച്ചിട്ട് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ചിലപ്പോ ഒരു മൈൻഡിലൊരു ഭയങ്കര ഒരു പുക പോലെ കിടക്കുകയായിരിക്കും. കുറെ പേപ്പേഴ്സിന്റെ പേര് പറഞ്ഞു, ഇതിപ്പോ ഇനി എപ്പോ പഠിക്കണം, ഇനിയിപ്പോ ഇത്രയും പേപ്പേഴ്സ് ഒക്കെ ഇത് പഠിച്ച് തീരുവോ, ഒരു വർഷമുള്ളൂ ടൈം, 8 പേപ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെ ആപ്പിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ആപ്പിലെ വീഡിയോ ലെസൺസ് കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേപ്പേഴ്സ് ഇപ്പൊ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ തന്നെ ആപ്പിൽ കാണുന്നതാണല്ലോ. അപ്പോൾ ഓരോ പേപ്പേഴ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സ് കണ്ടിട്ടുണ്ടാവും, അതിന്റെ വീഡിയോ ലെസൺസ് കണ്ടിട്ടുണ്ടാവും, SLM കണ്ടിട്ടുണ്ടാവും, BAN കണ്ടിട്ടുണ്ടാവും, ഇതൊക്കെ വായിക്കുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ 8 പേപ്പേഴ്സിനെ ഒരുമിച്ച് ബ്ലോക്കുകളും യൂണിറ്റ്സും ആയിട്ടാണ്. നിങ്ങളിപ്പോ ആപ്പിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ പ്രത്യേക പേപ്പർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ അണ്ടറിൽ വരുന്ന വീഡിയോസ് കണ്ടുപോയിരിക്കും. ഇപ്പൊ ഒരു ഓവറോൾ ഐഡിയ ആണ്, ഈ ഒരു വർഷത്തെ ഓവറോൾ ഐഡിയ ആണ് സിലബസ് ഡീകോഡിംഗ് അപ്പൊ ചെയ്തത്. ശരിക്കും കോഴ്സ് 4 years ആണോ 3 years ആണോ? 3-year കോഴ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇന്റഗ്രേറ്റഡ് എടുത്തവർക്ക് നിങ്ങൾ എടുത്തിരിക്കുന്നത് 3-year ഡിഗ്രി പ്രോഗ്രാം ആണ്. ഇന്റഗ്രേറ്റഡ് എടുത്തവർക്ക് മാത്രമാണ് അത് 4 years ആവുന്നുള്ളൂ. ഇന്റഗ്രേറ്റഡിന്റെ ഇതെന്താ അഡ്വാൻറ്റേജ് എന്താ? ഇന്റഗ്രേറ്റഡിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഒരു വർഷം കൂടി പഠിക്കണം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഇത് ഒരു റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരാണ് ഇന്റഗ്രേറ്റഡ് കൂടുതലായിട്ടും ചൂസ് ചെയ്യുക. ദേ ക്യാൻ ഗോ ഫോർ PhD ആൻഡ് ഓൾ ഫോർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. മനസ്സിലായില്ലേ മാം? ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എടുത്ത ഏതാ കോഴ്സ് കരിയർ ഒക്കെ? അതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ 3-year പ്രോഗ്രാം അല്ലേ എടുത്തത്, ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ 4-year പ്രോഗ്രാം ആയിരിക്കും. 4-year കോഴ്സ് ആയിരിക്കും ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് വെച്ചാല്. പിന്നെ ഈ റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരിക്കും. 4 വർഷം അവർ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവര് പഠിക്കുന്നതാണ് ഒരു സിലബസിന്, ഒരു പേപ്പറിന്. നമ്മൾ കോമൺ ആയിട്ട് പറയാ BA പാസ് ഔട്ട് ആയാൽ B.Ed എടുക്കുക എന്നാണല്ലോ. ഇപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സ് വരുമ്പോ അതെങ്ങനെയാ വരിക? നിങ്ങൾക്ക് നമുക്ക് ഇപ്പൊ ഫൈനൽ ഇയർ ആണ് B.Edന്റെ വരുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ഇനിയിപ്പോ എല്ലായിടത്തും ഈ ഒരു ഇന്റഗ്രേറ്റഡ് വരുന്ന സമയം പിന്നെ നിങ്ങൾക്ക് B.Ed ഉണ്ടാവില്ല കേട്ടോ. ഇന്റഗ്രേറ്റഡ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ B.Ed സെപ്പറേറ്റ് എടുക്കേണ്ടതാണോ പറയുന്നത്? അതെ അതെ, അതിനനുസരിച്ച് സിലബസിൽ ചേഞ്ചസ് വരും കേട്ടോ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ സാധാരണ ഹോണേഴ്സ് പോലെ ആയിരിക്കത്തില്ല, കുറച്ചുകൂടി അധികം പഠിക്കാനുണ്ടാവും. ഈ വർഷം മുതലല്ലേ ഇന്റഗ്രേറ്റഡ്? അതെ അതെ, ഈ ജൂലൈ 24 ഈ ഒരു വർഷം തൊട്ടിട്ടാണ് ശരിക്കും ഇന്റഗ്രേറ്റഡ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ ഡിഗ്രി എടുത്തവർക്ക് അടുത്ത ഇന്റഗ്രേറ്റഡ് എടുത്തവർക്ക് ഡിഗ്രി അല്ല B.Ed എടുക്കണ്ട, അതിന്റെ കൂടെ വരും. അതല്ല എന്റെ പിന്നെ ഇന്റഗ്രേറ്റഡ് എടുത്തവർക്ക് ആക്ച്വലി B.Edന്റെ ആവശ്യമില്ല. B.Edന്റെ ആവശ്യമില്ല. ഇന്റഗ്രേറ്റഡ് ഉദ്ദേശിക്കുന്ന BACG കോഡുള്ള ഡിഗ്രി അല്ലേ? അതെ അതെ. ഹലോ, പറയൂ. ഈ ഇന്റഗ്രേറ്റഡിനെ കുറിച്ച് ചോദിച്ചപ്പോഴേ ഒന്നും കൺഫേം ആയിട്ടില്ലെന്നായിരുന്നു അവിടുന്ന് പറഞ്ഞത്. അത് ആക്ച്വലി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിന്റെ അപ്ഡേഷൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വന്നത്. സോ അത് എല്ലാവരുടെ അടുത്തും നമ്മൾ ആക്ച്വലി അത് അറിഞ്ഞു വന്ന് ഇങ്ങോട്ട് ചോദിച്ചവർക്ക് മാത്രമേ നമുക്ക് ഇപ്പോഴും സ്റ്റിൽ നിങ്ങളുടെ കുറെ പേപ്പേഴ്സിന്റെ സിലബസ് ഇപ്പോഴും അവർ റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നേരത്തെ ജയേഷ് എടുത്ത സമയത്ത് പറഞ്ഞായിരുന്നല്ലോ സിലബസ് വന്നിട്ടില്ല എന്നുള്ളത്. സോ അതിൽ ഇപ്പോഴും കുറച്ചും കൂടിയും ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. എപ്പോഴും നമ്മളൊരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്ന സമയത്ത്
നമുക്കത് അവൈലബിൾ ആണോ, അതിന്റെ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ നോക്കി ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം നമുക്ക് ഇനി കളയാനായി നമുക്ക് സമയമില്ല. നമ്മൾ പഠിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ ഓരോ കോഴ്സ് എടുത്ത് നമ്മൾ വർക്കിലേക്ക് കയറുക എന്നായിരിക്കും എല്ലാവരും അങ്ങനെയല്ലോ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണെങ്കിലും ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ടിങ് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് തന്നെ പല കൺഫ്യൂഷൻസും ആണ്. പേപ്പറിനെ കുറിച്ചിട്ടും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പല കൺഫ്യൂഷൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത് നമ്മളത് പോയി എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ റിസ്ക് ഫാക്ടറും കൂടി ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വേണം നമ്മൾ മൂവ് ഓൺ ചെയ്യാനായിട്ട്. ഓക്കെ ആണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ അതിന്റെ റിസ്ക് ഫാക്ടറും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് ഈ 3 ഇയർ പ്രോഗ്രാം ഒക്കെ ഓൾറെഡി വർഷങ്ങളായിട്ട് ആൾക്കാർ എടുത്ത് പോകുന്നതാ. അതുകൊണ്ട് നമുക്ക് നോട്ട്സ് അവൈലബിലിറ്റി ആണെങ്കിലും വേറെ ഒന്നിന്റെ ഒരു ഡൗട്ട് ആരോട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. നെറ്റിൽ റെഫർ ചെയ്താലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചാലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. പക്ഷെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, ഇപ്പൊ അത് ലോഞ്ച് ചെയ്തിട്ട് അധികം ആയിട്ടില്ല, ഇപ്പൊ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി വളരെ കുറവാണ് അതിനെ കുറിച്ചിട്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്റ്റഡി സെന്റേഴ്സ് ആണെങ്കിലും റീജിയണൽ സെന്റേഴ്സ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് അതിനൊരു ആൻസർ കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, നമുക്ക് റിസ്ക് ഫാക്ടർ ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയൊന്നും എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് സിലബസ് ഓക്കെ ആണ്, അതിൽ ചില പേപ്പേഴ്സ് ഇപ്പോഴും സിലബസ് അവൈലബിൾ ആയിട്ടില്ല. അതുപോലെ സ്റ്റഡി സെന്ററിനെ വിളിച്ച് ചോദിക്കുമ്പോഴും അവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന കുറച്ച് ഏരിയാസ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞേട്ടോ. ഇന്റഗ്രേറ്റഡിന്റെ 4th ഇയറിലുള്ള റിസർച്ച് ടൈപ്പ് സ്റ്റഡീസ് ആണല്ലോ 4th ഇയറിൽ വരുന്നത്. അപ്പൊ അതിന് ലേണേഴ്സിന് സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിന്റെ ആണ് ആക്ച്വലി നോക്കുന്നത്. 4th ഇയർ ആകുമ്പോഴത്തേക്കും അല്ലേ, അപ്പത്തേക്കും നമ്മൾ പറയാം അതൊക്കെ. ഫസ്റ്റ് ഇയറിന് തന്നെ ഇപ്പൊ വലിയ ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിന്ന് വരാത്തൊരു സ്ഥിതിക്ക് 4th ഇയറിന്റെ ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല അവിടെ. അതെ, ആക്ച്വലി ഇപ്പൊ ഇന്റഗ്രേറ്റഡിന്റെ റിസ്ക് പറഞ്ഞല്ലോ, UGCന്റെ പുതിയ റൂൾ വെച്ചിട്ട് 4 ഇയർ ഡിഗ്രി അല്ലേ കൂടുതൽ വാല്യൂഡ് ഉള്ളത്. അതെ, അപ്പൊ അതാണ് 4 ഇയർ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പൊ 3 ഇയറിനെക്കാട്ടും സേഫ്റ്റി 4 ഇയറിനെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ക്ലാരിഫിക്കേഷൻ അനുസരിച്ച് ലേണേഴ്സിന് സപ്പോർട്ട് ഉണ്ടാവില്ലേ? അതുണ്ടാവും. അത് യൂണിവേഴ്സിറ്റിയിൽ ഒരു അപ്ഡേഷൻ വന്ന് അതിന് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മളൊരു ഫീ അടച്ച് ചേരുന്ന സമയത്ത് ആ ലേണറിന്റെ മൊത്തം കാര്യങ്ങളും ലേൺ വൈസ് എന്തായാലും അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേപ്പേഴ്സ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അസൈൻമെന്റിന്റെ കാര്യങ്ങളാണെങ്കിലും വേറെയുള്ള സപ്പോർട്ടൊക്കെ ഉണ്ട്. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ സെക്കൻഡ് ഇയേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, അതിലൊന്നും ടെൻഷൻ വേണ്ട കേട്ടോ. ബാക്കി യൂണിവേഴ്സിറ്റി പറയാത്തടത്തോളം ഒരു സിലബസ് എടുത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ വേക്കന്റ് ആയി വെച്ചത്. ആ ഭാഗത്തെ പേപ്പറിന് നമുക്ക് സിലബസ് പ്രൊവൈഡ് ചെയ്യാൻ ഇല്ല. യൂണിവേഴ്സിറ്റി തരുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ലൈവ് ക്ലാസ്സും വീഡിയോ ക്ലാസ്സും റെക്കോർഡഡ് വേർഷനും ഒക്കെ ആപ്പിൽ അവൈലബിൾ ആക്കും കേട്ടോ. ഇപ്പം EMA കോളേജ് ഒക്കെ ഇപ്പം ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സിനാണ് ഇപ്പൊ മുതൽ ഡിഗ്രി ചേർത്തിട്ടുള്ളത്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. ബികോം 4 ഇയർ അല്ലേ? ബികോം ആണോ പറയുന്നത്? ഇല്ല, മൊത്തത്തില് ഇവന്റെ സുഹൃത്തിന്റെ അവിടെ അവിടെ വർക്ക് ചെയ്യണ ഓഫീസ് സ്റ്റാഫാണ്. അപ്പൊ അവൻ പറഞ്ഞു ഫുൾ എടുത്തത് ഇന്റഗ്രേറ്റഡ് ഡിഗ്രിക്കാണ് അവിടെ അഡ്മിഷൻ ഫുൾ എടുത്തതെന്ന് പറഞ്ഞു. ഈ വർഷം അതെ, തൊട്ടാണ് സ്റ്റാർട്ടിങ്. ബികോം 4 ഇയർ ഡിഗ്രി, ബികോമിന്റെ പല കോളേജുകളും സെൽഫ് ഫിനാൻസ് കോളേജുകളും ഒക്കെ ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ആക്കിയിട്ട് ഈ ഒരു അക്കാദമിക് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബികോം 4 ഇയർ ബികോം മാത്രമേ ഉള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. ഉണ്ടല്ലോ. ബാക്കിയുള്ളത് കോളേജുകൾ ഉണ്ടോന്ന് എനിക്ക് വലിയ ധാരണ ഇല്ല. ബികോമിന്റെ എന്തായാലും പല കോളേജുകളും എടുത്തിട്ടുണ്ട് 4 ഇയർ. സിലബസ് ഹെവി ആവുന്ന ഉദ്ദേശിച്ചത്. സിലബസ് ഒക്കെ വരും എന്തായാലും. ഇപ്പൊ നമ്മുടെ ഇഗ്നോ എന്ന് പറയുന്നത് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി അല്ല. അവരെന്തായാലും അധികം താമസിക്കാതെ എല്ലാം ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച് സാറ് പറഞ്ഞല്ലോ, അന്ന് നമ്മളുടെ വീഡിയോസിലൊക്കെ പറഞ്ഞല്ലോ, അത്രയും ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവർക്കും ഭയങ്കര വാലിഡിറ്റി ആണ് ഇതിന്റെ സർട്ടിഫിക്കറ്റിനൊക്കെ. അപ്പൊ അത്രയും വലിയൊരു നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഉറപ്പായിട്ട് അവർ പെട്ടെന്ന് തന്നെ സിലബസ് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഉള്ളൊരു യൂണിവേഴ്സിറ്റി ആണല്ലോ. മറ്റേത് ഡൽഹി അല്ലേ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യും. അതെന്താ വെച്ചാൽ സെമിസ്റ്റർ 1ഉം സെം 2 ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഇയർലി എക്സാം എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരു പേപ്പറിലാണോ എഴുതുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ എക്സാം ഉണ്ടാവുക? നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഇയർ എൻഡ് ആവുന്ന സമയത്താണ് നിങ്ങളുടെ 8 പേപ്പേഴ്സിന്റെയും കൂടിയിട്ടുള്ള എക്സാം വരുന്നത്. പക്ഷെ നമ്മളത് പറഞ്ഞ സമയത്ത് സെമസ്റ്റർ വൈസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരൊറ്റ എക്സാം ആണ് ഇയർ എൻഡ് ആകുമ്പോൾ വരും. ഇപ്പൊ നിങ്ങൾ ജൂലൈ 24 ബാച്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ജൂൺ 2025 ജൂണിലായിരിക്കും നിങ്ങളുടെ ബാച്ചിന്റെ എക്സാം വരുന്നത്. സോ ആ സമയത്ത് നിങ്ങൾ 8 പേപ്പേഴ്സിന്റെ എക്സാം നിങ്ങൾക്ക് ഒരുമിച്ചാണ് വരുന്നത്.
അത് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. മാം നമ്മളിത് പെർ ഡേ നമ്മൾക്ക് എത്ര സമയം മാറ്റി വെക്കേണ്ടി വരും? ജസ്റ്റ് ക്ലാസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിട്ടേ നമ്മള് ഒരു ഒന്നുകൂടി ദിവസം ക്ലിയർ ആയിട്ട് പറയോ? ഒരു ദിവസം എത്ര നമ്മള് ടൈം നമ്മൾ മാറ്റി വെക്കണം എന്നാണോ ആ പഠിക്കാൻ? അതായത് നമ്മളിപ്പോ റെഗുലർ ക്ലാസ് ആകുമ്പോ വൈകുന്നേരം വരെ ഇങ്ങനെ ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിപ്പോ നമ്മള് ഓൺലൈൻ സ്റ്റഡി ആയതുകൊണ്ട് എന്താണ് നമ്മൾ ഒരു ദിവസം ഏകദേശം ഒരു എത്ര നേരം ഇതിനു വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിലവാരത്തിൽ എത്താൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ നമ്മളൊരു ടൈം ടേബിൾ റിലീസ് ചെയ്യുമല്ലോ, അപ്പൊ ഒരു ഡേറ്റിൽ നമ്മൾ എത്ര വീഡിയോ ലെസൺ കാണണം എന്ന് ആ ടൈം ടേബിളിൽ പറയും. മിനിമം ഒരു 2 വീഡിയോ ലെസൺ ആണ് നിങ്ങൾക്ക് കാണേണ്ടി വരാന്നുണ്ടെങ്കിൽ ആ 2 വീഡിയോ ലെസൺ നിങ്ങളുടെ ടൈം അനുസരിച്ച് നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ടും ഒരു സപ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡിസ്റ്റന്റ് ആയിട്ടാണ് പഠിക്കുന്നത്, ഡെയിലി കോളേജിൽ പോയിട്ടല്ല പഠിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോവാതിരിക്കുന്നത്? നമുക്ക് മറ്റ് പല റീസൺസ് കൊണ്ടായിരിക്കും, വീട്ടിലെ തിരക്കുകൊണ്ടും ഒക്കെയാണ് നമ്മൾ പോവാത്തത്. അപ്പൊ നമ്മൾ ഇങ്ങനെ രാവിലെ 9 മണി മുതൽ 10 മണി വരെ, 10 തൊട്ട് 11, അങ്ങനെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആ 2 വീഡിയോ ലെസൺ നമ്മളുടെ സമയത്തിനനുസരിച്ച് നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. അപ്പൊ ഓരോരുത്തരുടെ വീട്ടിലെ സാഹചര്യങ്ങളും ഡിഫറെന്റ് ആവില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ടൈം ടേബിൾ നമുക്ക് തരാൻ പറ്റില്ല. ഇന്ന ദിവസം ഇത്ര 2 എണ്ണം പഠിക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത് നമ്മളുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ അതിനൊന്ന് റൂട്ടാക്കി എടുക്കണം. അപ്പൊ രാവിലെ 9 മണിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെയുള്ള ടൈം നമ്മൾ എന്താ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എങ്ങനെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഓരോരുത്തരുടെ വീടും ഓരോരുത്തരുടെ വീട്ടിലെ സാഹചര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആണല്ലോ, അതിനനുസരിച്ച് നമ്മൾ റൂട്ട് ചെയ്തെടുക്കണം. ഇത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ലേ? മൊത്തത്തിലുള്ള നിങ്ങളുണ്ടല്ലോ ഇംഗ്ലീഷ് ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ മാക്സിമം വായിച്ച് മനസ്സിലായത് എഴുതുക. അല്ലാതെ നിങ്ങൾ ഒന്നും ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. കാരണം ബൈഹാർട്ട് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് തീരില്ല. നമുക്ക് ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് എഴുതാനുള്ളത്. 20 മാർക്സിന്റെ എസ്സേസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു 5-6 പേജ് വരെ എഴുതുക. 5-6 പേജ് എന്ന് പറയുമ്പോൾ ഒരു 10-12 സൈഡ്സ് നിങ്ങൾ എഴുതേണ്ടി വരും. സോ അത്ര എഴുതണത് നിങ്ങളൊക്കെ അങ്ങനത്തെ ഒരു 4-5 ക്വസ്റ്റ്യൻ വരികയാണ്. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക, അത്യാവശ്യം വായിക്കുക, വൊക്കാബുലറി ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുക. ടാസ്ക് എന്നാല് കാണിക്കട്ടെ. വേറെ ആർക്കും ഡൗട്ട് ഇല്ല? നീ ഈ നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അത് നമ്മൾ ഈച്ച് പേപ്പറിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണോ? അതായത് നിങ്ങൾ ഓരോ പേപ്പേഴ്സിനും ഓരോ അസൈൻമെന്റ് തന്നെ വെച്ച് ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ മൊത്തം 8 പേപ്പേഴ്സ് ആണ് വരുന്നത്. ആ 8 പേപ്പേഴ്സിനും ഓരോ അസൈൻമെന്റ് വെച്ചിട്ട് മൊത്തം 8 അസൈൻമെന്റ്സ് തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. അത് സെപ്പറേറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ എലിജിബിൾ ആകത്തുള്ളൂ. അങ്ങനെ ഞാനൊരു അതെ വീഡിയോസിനകത്ത് അതെ കണ്ടായിരുന്നു. നിങ്ങൾ ഏതൊക്കെ ഓക്കെ. അസൈൻമെന്റ് വെക്കുന്നു അതിന്റെ ഒക്കെ എക്സാം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ആദ്യം ഇപ്പൊ നിങ്ങളുടെ നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻ ആണ് വരുന്നത്. നാട്ടിലില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ആറ് ഫ്രണ്ട്സ് വഴി നമുക്ക് സ്റ്റഡി സെന്ററിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാമല്ലോ. കൊടുത്തു വിട്ടിട്ട് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവർ കൊണ്ടുവച്ചാൽ മതി. കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് അവരെടുത്ത് വിട്ടാൽ മതി. ഓക്കെ ശരി, താങ്ക് യു. ഡിഗ്രിക്ക് BEdനെ പോലെ കോൺടാക്ട് ക്ലാസ്സസ് ഉണ്ടാവുമോ? എന്തോ ഈ നോർമൽ ഡിഗ്രി ഇപ്പൊ നമ്മൾ BA ഡിഗ്രിക്ക് BEdനൊക്കെ 10 ദിവസത്തെ കോൺടാക്ട് ക്ലാസ് ഉണ്ടാവുമല്ലോ, ഡിഗ്രിക്കും ഉണ്ടോ? ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് അതായത് എന്റെ ഫാദറൊക്കെ BEd ഇഗ്നോറിന് എടുത്തത്, അവർക്ക് 10 ദിവസത്തെ ഒരു കോൺടാക്ട് ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു വർക്ക്ഷോപ്പ് പോലെ. നിങ്ങൾ ഇൻഡക്ഷൻ മീറ്റിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇൻഡക്ഷൻ മീറ്റിംഗ് അല്ല, ഈ വെക്കേഷൻ ടൈമിൽ അവർക്ക് ഒരു 10 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. BEdനൊക്കെ അങ്ങനെ ഉണ്ട്, ഡിഗ്രിക്ക് അങ്ങനെ ഉണ്ടാവുമോ? ഇല്ലല്ല, നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണോ ചോദിക്കുന്നത്? അതെ. അത് നിങ്ങൾക്ക് ഇൻഡക്ഷൻ മീറ്റിംഗ് മാത്രമേ വരാനുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ക്ലാസ്സസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അതേപോലെ ഈ 4 ഇയർ ഇന്റഗ്രേറ്റഡിന് എടുത്തവർക്ക് BEd ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ? ആ അത് യൂണിവേഴ്സിറ്റി ആണോ അറിയിച്ചത്, UGC അറിയിച്ചതാണ്? എന്തോ അങ്ങനെ BEd ആവശ്യമില്ല 4 ഇയർ ഇന്റഗ്രേറ്റഡ് എടുക്കുന്നവർക്ക് എന്നുള്ളത് UGC പറഞ്ഞിട്ടുള്ളതാണ്, അത് യൂണിവേഴ്സിറ്റിന്നുള്ള സെക്ഷനാണ്. അങ്ങനെയാണത് UGC തൊട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട്, BEd ആവശ്യമില്ല എന്നുള്ളത്. പറയുന്ന ക്ലിയർ ആവുന്നില്ലല്ലോ, ചേച്ചിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്.
അതായത് 4 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി എടുക്കുന്നവർക്ക് BEd ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. ആ. അങ്ങനെയുള്ളത് യൂണിവേഴ്സിറ്റിയിൽ തൊട്ടുള്ള ഒരു പ്രൊവിഷൻ ആണോ അതോ UGC ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണോ? എങ്ങനെയാണത്? അത് പൊതുവെ ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ 4 ഇയർ ഡിഗ്രി ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ BEd വേണ്ട, BEdനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾ 4 ഇയർ ഡിഗ്രി വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. അത് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ പ്രോസ്പെക്ടസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാമോ? ഒരുപാട് പേപ്പർ ഉണ്ടാവുമോ ചെയ്യാനേ? അസൈൻമെന്റ് നിങ്ങൾ ഒരു അസൈൻമെന്റ് മിനിമം 30 പേജസ് എന്നാണ് പറയുന്നത്. സോ 30 to 35 പേജസ് മിനിമം വേണം. അതാണ് നിങ്ങളുടെ ആ ഒരു മിനിമം മാർക്ക് കിട്ടാനുള്ള പേജസ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എത്ര എഴുതുന്നു അത്രയും നല്ലത്. അങ്ങനെയല്ലേ? അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ആപ്പിൽ അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ഗൈഡ് ബുക്ക് ഒക്കെ അവൈലബിൾ ആവും. അപ്പൊ അത് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷെ കോപ്പി അടിച്ച് എഴുതുമ്പോൾ ചില അസൈൻമെന്റ് ഒന്നും അത് സ്റ്റഡി സെന്റേഴ്സ് അത് അത്ര വാലിഡ് ആയിട്ട് എടുക്കുന്നില്ല. മാർക്സ് കുറയ്ക്കും, റിജക്ട് ചെയ്യും, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കോപ്പി പേസ്റ്റ് അല്ലാത്ത രീതിയിൽ നെറ്റും കൂടി റെഫർ ചെയ്ത് നമ്മളുടെ കുറച്ച് എഫേർട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. നമ്മുടെ ആപ്പിൽ അസൈൻമെന്റ് പക്ഷെ നിങ്ങൾ അത് ഈച്ചക്കോപ്പി ചെയ്ത് വെക്കരുത്. കുറച്ചും കൂടിയും അവിടുന്ന് ഇവിടുന്നൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് എഴുതാം. അല്ല, ഈ സ്റ്റഡി സെന്റർ എല്ലാവരെയും പലതും പലതായിരിക്കത്തില്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമോ? ഇപ്പൊ നിങ്ങളുടെ ഈ സ്റ്റുഡൻസിൽ തന്നെ സെയിം സ്റ്റഡി സെന്റേഴ്സിൽ വരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ അറിയുന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ സെയിം സ്റ്റഡി സെന്റേഴ്സിൽ വരുന്ന ഇഷ്ടംപോലെ ലേണേഴ്സ് ഉണ്ടാവും. അപ്പോ നിങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ എഴുതി കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ. അതാണ് നിങ്ങൾ മാറ്റം. അതല്ല, ഈ ലേൺ വൈസ് കൂട്ടുള്ള മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ സെയിം ഇത് തന്നെ ആയിരിക്കുമോ കൊടുക്കുന്നത് അസൈൻമെന്റ്? ലേൺ വൈസിന്റെ അസൈൻമെന്റ്സ് ലേൺ വൈസ് പ്രിപ്പയർ ചെയ്യും. അപ്പം പിന്നെ അങ്ങനെ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മളുടെ ആപ്പിലുള്ള ഗൈഡ് എന്ന് പറയുന്നത് 30 പേജ് 35 പേജ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ചിലപ്പോൾ ആപ്പിൽ ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പൊ ഓരോ അസൈൻമെന്റിനും 30 പേജ് എഴുതാനുള്ള ഒരു കണ്ടന്റ് ചിലപ്പോൾ ആപ്പിൽ തന്നോളണമെന്നില്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതും അതിന്റെ ഒപ്പം തന്നെ നെറ്റും കൂടി റെഫർ ചെയ്തിട്ട് കുറച്ചും കൂടി എഴുതണം. പിന്നെ അതേപോലെ പുറത്തുനിന്ന് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സോഴ്സുകൾ ഉണ്ട്. പ്രത്യേകിച്ച് ഇഗ്നോറിന്റെ അസൈൻമെന്റ്സ് ഒക്കെ എഴുതി കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് സോഴ്സുകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ചിലപ്പോൾ ഒക്കെ അത് റിജക്റ്റ് ആയി പോവാം. പിന്നെ ഈ പറഞ്ഞ പോലെ അസൈൻമെന്റിൽ പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുകയുള്ളൂ, വാല്യൂ ചെയ്യുള്ളൂ. രണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാവുക എന്നുള്ളത് ഒരു കമ്പൽസറിയാണ്. 35% അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് വേണം അസൈൻമെന്റിലും അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനും. അല്ല, അപ്പൊ ഈ മറ്റൊരാള് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതൊക്കെ ഒരു പ്രശ്നമാകത്തില്ലേ? ഇപ്പം ആരാണ്ട് ചോദിച്ചായിരുന്നല്ലോ, വേറെ ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അസൈൻമെന്റ്? മറ്റൊരാൾ വെറുതെ പോകുന്നേ, നിങ്ങളുടെ ID കാർഡ് ഇല്ലേ? നിങ്ങളുടെ ID കാർഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കൊടുക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതല്ലേ, ഇപ്പം ഈ ആൾക്ക് ഇപ്പം ഈ പറയുന്ന കാൻഡിഡേറ്റിന് പുറത്ത് അല്ലെങ്കിൽ വരാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കുമല്ലോ, അത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്രൂഫ് കൊടുക്കണം. നിങ്ങളിപ്പോ പുറത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയും കാര്യങ്ങളൊക്കെ അവിടെ പ്രൂഫ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, അവരത് ഞാൻ ചോദിക്കുന്നതല്ല. അപ്പൊ ഈ അസൈൻമെന്റ് നമ്മളല്ല എഴുതിയെന്ന് അവർക്ക് മനസ്സിലാവത്തില്ലേ? അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. നിങ്ങളാണോ എഴുതിയെന്ന് മനസ്സിലാവില്ലല്ലോ, ഹാൻഡ് റിട്ടൺ അല്ലേ. പറ്റുന്ന ഒത്തിരി നിങ്ങൾ തന്നെ എഴുതാൻ നോക്കുക. കാരണം അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റ്. അപ്പൊ നിങ്ങൾ അത് എഴുതുന്നതിന്റെ ഒപ്പം നിങ്ങളും കൂടി പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വേറെ ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ അത്രയും കുറച്ചും കൂടി നമുക്ക് അത് അറിയുന്നത് കുറവല്ലേ. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് സ്വന്തം എഴുതുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുന്ന സമയത്ത് കുറച്ചേലും ഒരു ഐഡിയ ഉണ്ടാവും. സോ ലേൺ വിത്ത് ലേൺ വൈസ് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0 ആക്ഷൻ ടാസ്ക് 3rd ആക്ഷൻ ടാസ്ക് ആണ്. ഫസ്റ്റ് ആക്ഷൻ ടാസ്ക് നമ്മൾ വെൽക്കം മീറ്റ് ഫസ്റ്റ് ഐസ് ബ്രേക്കിംഗ് സെഷൻ സേ ഹലോ ടു ഒരു ആക്ഷൻ ടാസ്ക് തന്നിരുന്നു. പിന്നെ സെക്കൻഡ് ആക്ഷൻ ടാസ്ക് വോക്ക് വിത്ത് ഇഗ്നോക്ക് ഒരു ആക്ഷൻ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 3rd ആക്ഷൻ ടാസ്ക് ആണ് ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ്. നമ്മുടെ തീം ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0. Imagine you are the class teacher of BA English batch. Prepare a good plan or timetable for first year subjects for your students in order to make their studies better. Points to be noted. Mention the BA English first year subjects, time for subject. You can also use creative ideas. നമ്മൾ ഒരു BA ഇംഗ്ലീഷ് ബാച്ചിന്റെ ക്ലാസ് ടീച്ചർ ആണ് എന്ന് വിചാരിക്കുക. ആൻഡ് പ്രിപ്പയർ ടൈം ടേബിൾ. ഫസ്റ്റ് ഇയേഴ്സിന്റെ സബ്ജക്ട്സിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക.
അവരുടെ സ്റ്റഡീസ് കുറച്ചും കൂടി എളുപ്പം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്ട് മെൻഷൻ ചെയ്യണം. അതുപോലെ ഓരോ സബ്ജക്റ്റിനും ടൈം എത്രയാണ് ഈച്ച് പേപ്പർ. നമുക്ക് നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതേപോലെ ക്രിയേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്യേണ്ട ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല അല്ലെ, അവർക്ക് കൊടുത്തിട്ടില്ല. ഇല്ല മറ്റേ BMA-കാർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഫസ്റ്റ് 2 ആക്ഷൻ ടാസ്കും സബ്മിറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇനി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൈക്കിന്റെ പ്രോബ്ലം അങ്ങനൊന്നും ഇല്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ല? ക്ലിയർ ആണ്? ഉറപ്പല്ലേ? നാളെ ഡൗട്ട് ഒന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അല്ല, ജസ്റ്റ് പറഞ്ഞു മാത്രം. പക്ഷെ അസൈൻമെന്റ്സിനെ പറ്റി കേട്ടപ്പോ കുറച്ച് ഹെവി ആയതുപോലെ തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും ചോദിക്കാത്തത് ആ സമയം വരുമ്പോ ചിലപ്പോ നമുക്ക് അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കുമ്പോ നമുക്കും ടെൻഷൻ ആവും, മനസ്സിലാവൂല്ല. അതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് സെഷൻ എടുത്തവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവായിരിക്കാം. അതായത് നമ്മൾ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് 3-4 പേജ് എഴുതുന്നതല്ല. ഇഗ്നോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഡൗട്ട് ചോദിച്ചാൽ അവരോടൊക്കെ ഞാൻ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണ് അസൈൻമെന്റ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് 10-30 പേജ് ഒക്കെ എഴുതിയാലും കുഴപ്പമുണ്ടാവും തോന്നുന്നില്ല. നമുക്ക് ടൈം ഉണ്ട്. ഏകദേശം നെക്സ്റ്റ് December 31 മുന്നേ ആയിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ടൈം ഉണ്ട് എഴുതാനായിട്ട്. കുഴപ്പമൊന്നും വരില്ല. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും. മാർച്ചിലാണ് അവർക്ക് വെക്കുന്നത്. മാർച്ച് 31 മുന്നേ ആയിട്ടാണ് വെക്കേണ്ടത്. പിന്നെ ചില സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. പക്ഷെ അത് എല്ലാ സ്റ്റഡി സെന്റേഴ്സും തരണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിലവര് നീട്ടിത്തരും. പിന്നെ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പോർഷൻ തുടങ്ങിയ ഒരു പേപ്പർ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 10, 15, 20 ദിവസം കഴിഞ്ഞോട് കൂടിയിട്ടാണ് ആ പേപ്പർ നിങ്ങൾക്ക് എടുത്ത് തീർക്കുള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനുള്ളതും എന്തായാലും ടൈം ഉണ്ടാവും കേട്ടോ. ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്തതിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത തഹസീൻ മാമിനും മേഘ മാമിനും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ആൻഡ് നിങ്ങൾ ഓരോരുത്തർക്കും താങ്ക്സ് ഫോർ ജോയിനിങ്.